ഹലോ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ അവിടെ വരെ ഞങ്ങളിവിടെ ക്രിസ്മസിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ പുൽക്കൂടിനകത്ത് വെക്കാനുള്ള രൂപങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ മാന്നാനം പള്ളിയുടെ അവിടെ നിന്ന് ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഇതിന് 650 രൂപയായിരുന്നു ഫുൾ സെറ്റിന്. ഇതിങ്ങനെ ഒരു നല്ല പാക്കിങ് കേട്ടോ, ചീലൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ അതെ, ഇതിന്റെ മോനാണ് കേട്ടോ. അപ്പൊ അവനും ഈ ബോളും ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്താന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനത്തെ ബോൾസ് ആണ് കേട്ടോ. ഇത് നമ്മളൊരു 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 50 രൂപയാണ് കേട്ടോ. 50 രൂപ കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനത്തെ സ്പോഞ്ചിന്റെ ബെൽസ് ആണ് കേട്ടോ. ഇതിന് 30 രൂപയാണ്. ഇങ്ങനത്തെ ബോൾസ് ആട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഒരു 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗിൽറ്റുള്ളൊരു ബോൾസ് ആണ് കേട്ടോ. ഇതിന് 70 രൂപയായിരുന്നു. ഇങ്ങനത്തെ ഗിൽറ്റുള്ള ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനത്തെ ഈ പൈൻ്റെ ഇതാട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഇതിന് ഒരെണ്ണത്തിന് 5 രൂപയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു 4-5 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോ വരുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 40 രൂപയായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റാറാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ മേളിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബെൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 25 രൂപയായിരുന്നു കേട്ടോ. ഇതൊരു ഇങ്ങനത്തെ ചെറിയ ചെറിയ ബെൽസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു 6 ഉണ്ട് കേട്ടോ. 6 25 രൂപയായിരുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ ജനറൽ സ്റ്റോറിൽ കേട്ടോ. അതിരമ്പുഴ കവലയിലുള്ള ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്, അവിടെ നിന്നാട്ടോ വാങ്ങിച്ചത്. അവിടെ നിന്ന് ഈ 2 അതെ. അടുത്തായിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഏറ്റുമാനൂര് പാലാ റൂട്ടിൽ പോകുന്നവർക്കറിയാം. കൂടല്ലൂർ കവലയ്ക്ക് തൊട്ട് മുന്നായിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറി ഒരു പലചരക്ക് കടയുണ്ട്. അവരെല്ലാ വർഷവും ക്രിസ്മസിന്റെ ടൈം ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോർ പോലെ ഇടാറുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ എല്ലാ വർഷവും അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറ്. അപ്പൊ ആദ്യമായിട്ട് അവിടുന്ന് വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനത്തെ മാലയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 25 രൂപയായിരുന്നു കേട്ടോ. അങ്ങനത്തെ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനത്തെ ഒരു മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഇതാട്ടോ ഇങ്ങനത്തെ ഒരു സാധനം. ഇതിന് 50 രൂപയായിരുന്നു തോന്നുന്നു കേട്ടോ. ഇതിന്റെ വില എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അവരിങ്ങനെ ഇതിലൊന്നും ഇതിന്റെ വില കൊടുത്തിട്ടില്ല. ഇങ്ങനെ കൊട്ടയ്ക്കകത്തിട്ടിട്ട് അതിലാ വീട്ടിൽ എഴുതി വെച്ചേക്കുന്നത്. ഇതിന് 50 രൂപയായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഴയ ഒരു ക്രിസ്മസിന്റെ റീത്തില്ലേ, അത് ഒരെണ്ണം പഴയൊരു ഇരിപ്പുണ്ടായിരുന്നു. അതായത് കണ്ടോ, ഇതൊരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ വെക്കാം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് ഡോറിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഇങ്ങനത്തെ ഒരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മോന് വാങ്ങിച്ചതാ. എനിക്കും ഉണ്ട് 2 വാങ്ങിച്ചു കേട്ടോ. ഒരെണ്ണം ഇന്നലെ നമ്മൾ അവന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം അങ്ങനെ ഒരെണ്ണം എടുത്തായിരുന്നു. ഇത് ഒരെണ്ണം ഇങ്ങനത്തെ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 20 രൂപയാ മറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന കുറച്ച് ബോൾസ് ആണ് കേട്ടോ. ഇത് നമ്മൾ പല കളറിലുള്ള ഇങ്ങനെ 6 വാങ്ങിച്ചേക്കുന്നത്. ഇതിന് 50 രൂപയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സെയിം കളറിലുള്ള 1-2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബ്ലൂ, ഒരു ഗോൾഡും പിന്നെ ഒരു സിൽവറും. ഇതിനൊക്കെ പല വിലയാണ് കേട്ടോ. ഇതിന് വിലയൊന്നും ഇതിലില്ല. അവരിങ്ങനെ ഓരോ കൊട്ടയിലാണ് വില എഴുതി വെച്ചേക്കുന്നത്. ആ കൊട്ടയ്ക്കകത്ത് ഇതിട്ടേക്കുന്നത്. അപ്പൊ അതിന് നമ്മളിങ്ങനെ എടുത്തേക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു വില എഴുതിയിട്ടില്ല കേട്ടോ. എന്താണല്ലോ ഒരു 55 രൂപ 50 രൂപ. ഇതിന് 80 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആണല്ലേ. പിന്നെ ഇതാണ്ട് ഇങ്ങനത്തെ ഒരു റെഡ് ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ബോൾസിനൊക്കെ 55 രൂപയോ മറ്റായിരുന്നു. ഇതിന് 80 രൂപയായിരുന്നു തോന്നുന്നു. ഇങ്ങനത്തെ കുറച്ച് ബോൾസ് വാങ്ങിച്ചു.
ഇങ്ങനത്തെ ചെണ്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചെണ്ടയാണ് കേട്ടോ, ചെണ്ടയാണ്. ഇങ്ങനത്തെ നമ്മളൊരു 6 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ സ്റ്റാർസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 6 സ്റ്റാറാണ് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ബെൽസാണ് വാങ്ങിച്ചിരിക്കുന്നത്. 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇങ്ങനത്തെ ബെൽസ്. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇങ്ങനത്തെ റിബണാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. അപ്പൊ വൺസ് നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറെ വർഷത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു ഏകദേശം ഒരു 6 വർഷത്തിന് ശേഷം ഇതുപോലെ പർച്ചേസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒക്കെ നമ്മള് 1-2 ബോൾസും ബലൂണും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പൊ എല്ലാ വർഷവും കുറച്ച് കുറച്ചായിട്ട് വാങ്ങിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് കേട്ടോ പതിവ്. ഇതാകുമ്പോഴത്തേക്കിനും കേടായി പോയില്ല, അഴുക്കൊന്നും പറ്റാതെ വൃത്തിയായിട്ട് ഇരുന്നോളൂ. അപ്പൊ നമുക്ക് എല്ലാ വർഷവും ഇതിൽ നിന്ന് യൂസ് ചെയ്താൽ മതിയല്ലോ. ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓരോ വർഷം ഇങ്ങനെ ഫില്ല് ചെയ്ത് വന്നു. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കളറൊന്നും പോകാതെ വൃത്തിയായിട്ട് ഇരുന്നോളൂ. നമ്മുടെ ഇതൊന്നും കേടായി പോയില്ല. നമ്മുടെ ക്രിപ്സെറ്റും പിന്നെ ട്രീയും ഒക്കെ കേടായി പോയി കേട്ടോ. ട്രീ കുറച്ച് അഴുക്കായിട്ടുള്ളൂ. അതിപ്പം ഞാൻ കളഞ്ഞിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിന് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് ഇനി നമുക്ക് നമ്മുടെ ട്രീ കാണാം കേട്ടോ. ട്രീ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുറിച്ചു. ഇത് 7 അടിയുടെ ട്രീ ആണ് കേട്ടോ. ഇതിന് 950 രൂപയായി. ഞാൻ 1-2 കടകളിലൊക്കെ ചോദിച്ചു, അവിടെ കുറച്ച് റേറ്റ് ആയിരുന്നു. അപ്പം ഇതെനിക്ക് ഞാനിപ്പോൾ പറഞ്ഞ കട, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്ന കടയിൽ നിന്ന് തന്നെ കൂടുതലൊരു ആ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അതെ, ഇതാണ് കേട്ടോ ട്രീ. ഇങ്ങനത്തെ 3 പീസുണ്ട്. ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കൂടെ എടുക്കുന്നില്ല, ഇതിനകത്ത് ഒരു വിധത്തിലാണ് കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഹൈറ്റൊക്കെ. ഇങ്ങനത്തെ 3 പീസുണ്ട്, ഒരു സ്റ്റാൻഡും ഒക്കെ കൂടെ വേണം. നമ്മൾ അടുത്തായിട്ട് വാങ്ങിച്ചേക്കുന്ന ഇതാ ഇങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇത് നിങ്ങൾ അറിയാം, ഇങ്ങനത്തെ ഒരു മാലയാണ് കേട്ടോ. നമുക്ക് ട്രെയിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് എത്ര മീറ്റർ എന്ന് അറിഞ്ഞൂടാ. ഇതിന് 120 രൂപയായിരുന്നു കേട്ടോ ഈ സാധനം. ഇതിന്റെ നേരത്തെ ഞാൻ വാങ്ങിച്ചതും ഇത്ര തന്നെ റേറ്റ് ആയിരുന്നു തോന്നുന്നു. പക്ഷെ അത് കുറച്ചും കൂടെ വലുതാ. ഇത് ഇതിൻ്റെ അകത്തുണ്ട്. അതിന്റെ നിറമൊക്കെ പോയി കേട്ടോ. നമ്മളിങ്ങനെ കുറെ വർഷമായാലും ഉപയോഗിക്കുന്നത്. അപ്പം അതിന്റെ നിറമൊക്കെ പോയി. ഇത് കുറച്ചുണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ സിൽവറിന്റെ ആയിരുന്നു. ഇതിന് കുറച്ച് നിറമൊക്കെ പോയിട്ടുണ്ട്. ഇത് പക്ഷെ വലിയ മുത്ത, അത് കുറച്ചുകൂടെ ചെറിയ മുത്ത. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ക്രിസ്മസിന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഷോപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എന്തൊക്കെയായി, ക്രിസ്മസ് എവിടെ വരെയൊക്കെയായി, നിങ്ങൾ ട്രീ ഒക്കെ കിട്ടിയോ, പുൽക്കൂടൊക്കെ കിട്ടിയോ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്നെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് ആൻമീര എന്നാണ് കേട്ടോ. ആൻമീര എന്നാണ് എൻ്റെ പേര്. ഞാൻ ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ഞാൻ ഹോസ്പിറ്റൽ മാർസ്ലീവ മെഡിസിറ്റിയിലാണ് പാലായിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 വർഷമായി അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ഒരു ചാനലിലൂടെ തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും അടിച്ചു പൊളിക്കുക കേട്ടോ. ബൈ.